അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിരുന്നത് ഇവിടെ വരെ ആയിരുന്നല്ലേ. ഞങ്ങൾ നേരെ ജർമ്മനി വന്ന് ആദ്യം ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുമായിട്ട് പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അവരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും പരിചയമില്ലല്ലോ. അതിനുശേഷം നേരെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാണ്. പോകുന്ന സമയത്ത് കണ്ട കാഴ്ചകളൊക്കെ സത്യം നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ട ഒരു ഫീലായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ടപ്പോഴത്തേക്ക്. അത്ര അടിപൊളിയാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നിന്ന നിപ്പിൽ മാറും. എനിക്കിവിടെ വന്നിട്ട് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ നിന്ന നിപ്പിനായിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ് മാറുന്നത്. ചില സമയം വെയിൽ, ചില സമയം തണുപ്പ്, ചില സമയം മഴ, ചില സമയം മഴവില്ലൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ ഒരു ക്ലൈമറ്റ് ഇതാണ്. അങ്ങനെ നേരെ ഞങ്ങൾ അവർ അപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടാക്കി. അതിനുശേഷം അവർ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നേ. ആദ്യം തന്നെ ചെന്ന് പെട്ടി പൊട്ടിക്കാനുള്ള ദൗത്യമാണ്, കാരണം എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്താണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി അൺബോക്സിങ്. നാട്ടിലെ പെട്ടിയാണ്. എടാ ഇത്ര ഉള്ള സാധനങ്ങൾ അല്ലല്ല അതിൻ്റെ അകത്തില്ലേ? അത്രയല്ലേ ഉള്ളൂ. ഒരെണ്ണത്തെ ഒതുക്കി മാറ്റി. ഇത് ചക്ക വറുത്തത്, ഇത് ചീനി വറ്റൽ, ഇത് ബദാം, പിന്നെ ഇത് റൈസിൻസ് ഉണക്കമുന്തിരി, ഇത് എന്താണിത് പിസ്ത, ഇതും ഉണക്കമുന്തിരി, ഇത് നമ്മുടെ ബ്ലെൻഡർ. ഞങ്ങൾ കുറേ ഇത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് എന്തായാലും ഇത് കൊണ്ടുവരാൻ പറ്റി. പിന്നെ ഇതൊരു തേയിലപ്പൊടി, നമുക്കിതൊരു ഫ്രണ്ടിന് കൊടുക്കാനുള്ള കേട്ടോ. ഇവിടെ അച്ചാർ ലീക്കായി തുടങ്ങിയ. അയ്യോ പെട്ടിയിലായോ? പെട്ടിയിലായില്ല. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാട്ടോ. പാറുൻ്റെ സ്പെഷ്യലാണ് എൻ്റെ. അപ്പോൾ ബ്ലൂ ബാഗിൻ്റെ ആയിട്ട് ടിഷ്യൂ പേപ്പർ ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അച്ചാർ ലീക്കാവാൻ തുടങ്ങിയത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. എൻ്റെ റിംഗ് ലൈറ്റ്. അയ്യോ ഇതെന്താണ്? ഇതെന്തോ പൗഡർ ഷീറ്റുണ്ട്. ഇത് ഓയിലൊന്നും ലീക്കായിട്ടില്ല. ബാക്കി പാത്രങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലുള്ളൂ. ഇത് കുറച്ച് കോഫി പൗഡറും പാൽപ്പൊടിയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് തുണികൾ. ഇതെൻ്റെ റിംഗ് ലൈറ്റിൻ്റെ സ്റ്റാൻഡ്. കുഴപ്പമൊന്നുമില്ല, എനിക്കിത് ഡാമേജ് പറ്റാതെ ഇവിടെ എത്തിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നുണ്ടല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ടുള്ളതൊക്കെ എടുത്തല്ല. ഇതെന്താ? പൊടികൾ, കറിപ്പൊടികൾ. ഇതെല്ലാം അജിതമ്മയുടെ വകയാട്ടാ. അമ്മയാണ് ഇതെല്ലാം പൊടിച്ചാക്കിയത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തട്ടിയിടണം. പാക്കറ്റ് ഉപ്പൊക്കെ ഞങ്ങൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുക്കർ മാത്രമല്ല, കുക്കറിനകത്ത് കുറച്ച് തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വെക്കുക. പിന്നെ അടുത്ത് മാറ്റണം. പിന്നെ ഒരു ചരുവമുണ്ട്, ചരുവത്തിൻ്റെ അകത്ത് പൊടിയുണ്ട്. ചരുവൊക്കെ കൊണ്ടുവന്നായിരുന്നല്ലേ. കായപ്പൊടി, ഫ്ലാക്സ് സീഡ്, ഇരിക്കട്ടെ, ബാക്കിയൊക്കെ മാറ്റാം. മുളക് പൊടി, ബാക്കി മഞ്ഞപ്പൊടിയാ. ഇതെന്തോ ഓയിലെന്തോന്ന് തോന്നുന്നു. ഈ പെട്ടി ഏകദേശം ഇതേ ഉള്ളൂ. ഇനി വേറൊരു പെട്ടിയുണ്ട്, അത് നമുക്ക് നാളെ പൊട്ടിക്കാം.